മതി നമുക്കൊന്ന് പുള്ളുപാടത്തൊക്കെ പോയി കറങ്ങിയിട്ട് വന്നാലോ. ഞാനിൽ കുട്ടിയായിട്ടാണ് പോയത്. ഇല്ലൂനാണെങ്കിൽ ഇങ്ങനെ പുറത്തു പോവുക, ബൈക്കും പൂതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇപ്പം മെയിനായിട്ടാണ് കൊണ്ടുപോകാൻ കാരണം അവന് ബ്യൂട്ടീഷ്യന് ഇപ്പോൾ സമയമായി. ഷിറ്റ്സു ബ്രീഡുള്ളവർക്കൊക്കെ അറിയാമല്ലോ, മാസം മാസം ഇതിനെ കൊണ്ടുപോയില്ലെങ്കിൽ ജട പിടിച്ചൊരു പരിവാവൻ. അപ്പം ഇവൻ എല്ലാ മാസം കൊണ്ടുപോകാറുണ്ട്. അപ്പം ഞങ്ങൾ പോയ സമയത്താണെങ്കിൽ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പം ജസ്റ്റ് അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം കറങ്ങിയിട്ട് വരാച്ച് പുള്ളിലോട്ട് വന്നു. ഇവിടെ താമരപ്പാടത്തിൽ നമ്മൾക്ക് കൊട്ടവഞ്ചി പോകാനായിട്ട് 100 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. ഇവനാണെങ്കിൽ എന്നാണെങ്കിൽ അത്രയും നാളില്ലാത്ത കുറുമ്പ്. ഇവന് വെള്ളത്തിൽ ചാടണം, മീൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവന് വെള്ളത്തിൽ ചാടണം. ഞാൻ അതുകൊണ്ട് കയ്യും കാലും പാലൊക്കെ പിടിച്ചോണ്ടിരിക്കുക. പിന്നെ നമുക്ക് താമരപ്പടത്ത് ഇറങ്ങുമ്പോൾ ഒരു താമര കിട്ടും കേട്ടോ. പക്ഷെ എൻ്റെ കഷ്ടാലത്തിന് എനിക്ക് മുട്ട കിട്ടിയത്. അവന് വെള്ളത്തിൽ വിടാത്തതിൻ്റെ ദേഷ്യത്തിലാണ് അവൻ അവിടെ പോയിരിക്കുന്നത്. എന്നെ തല്ലിയിട്ടൊക്കെ പോയി. ഞാൻ വിളിച്ചിട്ട് പോലും വന്നില്ല. ഇപ്പം പെറ്റ്സ് ലൗഡാണോ എന്നൊക്കെയുള്ള ഡൗട്ട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അവിടെ പെറ്റ്സിനൊക്കെ ലൗഡായി. അപ്പം ഞങ്ങൾ ഒരുമിച്ചൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ അവന് ഹാപ്പി, നമ്മൾ ഹാപ്പി. പെറ്റ്സ് ഉള്ളവരൊന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പൊക്കോ. അവിടെ പെറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ കൊട്ടവഞ്ചി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇവനൊരു എന്തോ പന്തിക്കേട് കേട്ടോ. പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ അവനങ്ങ് പേടിച്ചു പോയി. അതുകൊണ്ട് അനങ്ങാതിരിക്കുക. കണ്ട സ്ലോ ആയപ്പോൾ തന്നെ വീണ്ടും ഇറങ്ങി ഓടാൻ നിൽക്കും. അതാണ് കുരുത്തക്കേടായിരുന്നു അന്നത്തെ ദിവസം മൊത്തം. പിന്നെ നേരെ ഓപ്പോസിറ്റ് പാടാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോയി ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് താമരയുടെയും എൻ്റെയും ഇലോൻ്റെയും ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇവന് മൂത്രയ്ക്കാൻ വേണ്ടി ഒന്ന് വിട്ടായി. മൂത്രം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ജെറ്റോടാണോ ഓടും. ഇത് പിന്നെ പോയി ഞാൻ പിടിച്ചോണ്ട് വരുന്നേ. ഭയങ്കര കുറുമ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മുടി കെട്ടാനാട്ടാ. ഞങ്ങൾ അഭിനയിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ചത്തിട്ടൊന്നുമില്ല, ഞങ്ങൾ അഭിനയമാണോ ഒക്കെ. അപ്പം ഇങ്ങനത്തെ വീഡിയോസിനെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. താങ്ക് യു.